അടുത്തവന്റെ കബറിന്റെ മുകളിൽ നട്ടിരിക്കുന്ന ചെടി അതിൽ നിന്നൊരു കമ്പ് അനുവാദമില്ലാതെ ഒടിച്ചു വെക്കുന്നവരാ അധികം പേരും. മോഷണം നടത്തിയിട്ടവിടെ ചെടി നട്ടു. എന്നിട്ട് പറയുന്നു അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ. അല്ലാഹുവേ അവിടെ വെച്ച് സലാം പറഞ്ഞ് പിരിയുകയാ. ഒറ്റക്കാരുമില്ലാത്ത, ഒരു വെളിച്ചമില്ലാത്ത, ഒരു ലൈറ്റ് പോലുമില്ലാത്ത പടച്ചവനെ പള്ളിപ്പറമ്പിൽ ആരുടെ മണ്ണിന്റെ അകത്ത് ജീവനോടെ ജീവിച്ചിരുന്ന സ്വപ്നങ്ങളും മോഹങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഒരാളും അവിടെ നിൽക്കുന്നില്ല, ഒരു വാപ്പയും നിൽക്കുന്നില്ല. മക്കളുടെ കബറിന്റെ ചാരത്തൊരു വാപ്പയുമില്ല, ഉമ്മാടെ കബറിന്റെ ചാരത്തൊരു മക്കളുമില്ല, ഭർത്താവിന്റെ കബറിന്റെ ചാരത്തൊരു ഭാര്യയുമില്ല. എല്ലാവരും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കബറിന്റെ അകത്ത് നമ്മളെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോകുമ്പോ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവരാണോ? യഥാർത്ഥത്തിൽ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവിടെയല്ലേ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സഹായം വേണ്ടത്? ആരാണ് കബറിന്റെ ചാരത്തിരിക്കുന്നത്? നിങ്ങൾ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, ഒരു മണിക്കൂറെങ്കിലും, ഒരു ദിവസമെങ്കിലും എന്റെ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് ഞാനിരിക്കാം ഉസ്താദേ, എന്റെ ഉപ്പയില്ലാതെ, എന്റെ ഉമ്മയില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്നുവരെ ഒരാളും ഇരുന്നിട്ടുമില്ല, ഇനി ഇരിക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മൾ സ്നേഹിക്കുന്നവര് മുഴുവനും നമ്മളെ പെരുവഴിയിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് പോകുമ്പോ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു, സ്വഹാബ നമ്മളെ കളഞ്ഞിട്ട് പോകാത്ത, പെരുവഴികൾ കളഞ്ഞിട്ട് പോകാത്ത, കബറിന്റെ അകത്ത് കളഞ്ഞിട്ട് പോകാത്ത, പരലോകത്ത് കണ്ടാൻ തിരിച്ചറിയാത്ത ജനങ്ങൾക്ക് നടുവില് തങ്ങൾ ചില കൂട്ടുകാരെ പറഞ്ഞു തരികയാണ്. ആ കൂട്ടുകാരെന്നറിയുമോ? ദുനിയാവിൽ നിന്റെ കൂടെയുണ്ട്, ദുനിയാവിൽ ജീവിക്കുമ്പോ നിന്റെ കൂടെയുണ്ട്, കമലാം മരിക്കുന്ന സമയത്തും നിന്റെ ചാരത്തുണ്ട്, കബറിന്റെ അകത്തും നിന്റെ കൂടെയുണ്ട്, പരലോകത്തിലും നിന്റെ കൂടെയുണ്ട്, സിറാത്തിലും മീസാനിലും എന്തിന് നിന്നെ സ്വർഗം വരെ കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ സ്നേഹിക്കുന്നവര് മുഴുവനും ഖബർ വരെ വരൂ എന്ന് എല്ലാവർക്കും അറിയാം. ആരായാലും നമ്മുടെ ഖബറിന്റെ ചാരത്ത് ഏതെങ്കിലും ഒരു മകൻ, ഉസ്താദ് എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ ഉസ്താദ്, എന്റെ ഉമ്മ ഇല്ലാതെ എനിക്ക് പറ്റൂല, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നാ ഉമ്മയുടെ കൂടെ ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കണ്ട. കാരണം അതിനകത്ത് വായു ഇല്ലല്ലോ. ആ ഖബറിന്റെ മുകളിൽ 1 മണിക്കൂർ ഇരിക്കും. നിങ്ങൾ ചിന്തിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ മക്കള് ഖബറിന്റെ ചാരത്ത് നിൽക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പള്ളിക്കാട്ടിൽ ഈ ഖബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നത് ആരാ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? പള്ളിപ്പറമ്പിൽ ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം ആ ഖബറിന്റെ ചാരത്ത് നിന്ന് പോകുന്ന ആളാരാ? ആരാണ് ഖബറിന്റെ ചാരത്ത് ഏറ്റവും അവസാനം പോകുന്നത്? ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാർ, അവിടെ ഒരാൾ ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇവിടെ കണ്ടില്ല. ഖബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നതാരാ? ഖബർ വെട്ടുന്നവൻ, ഉസ്താദല്ല, ഖബർ വെട്ടുന്നവൻ. എന്തുകൊണ്ട്? അവന്റെ പണിയായുധം എടുക്കണം, അവന്റെ പണിയായുധം എടുക്കണം. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു 40 ആയത്ത് ഓതുന്ന സമയം, ഒരു 5 മിനിറ്റ് മോനെ ആര് പോയാലും മക്കളെ നീ പോകല്ലേ, അവിടെ നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. കാരണം എന്താ? നമുക്ക് തന്നെ അറിയാം, ഒന്നാമത്തെ വ്യക്തി 7 ചുവട്ടടി വെച്ചാൽ തന്നെ അതിനകത്ത് തുടങ്ങുന്ന ഖബറിൽ കിടക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിയും. അതുകൊണ്ട് വാപ്പായെ കൊണ്ട് ഖബറിന്റെ അകത്ത് വെച്ച് വാപ്പ നോക്കുമ്പോ അല്ലാഹ് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് പോട്ടെ അവൻ പോയി. അത് കഴിഞ്ഞപ്പോ കൂടപ്പറപ്പ് പോന്നു, എന്റെ കുടുംബക്കാര് പോയി, എല്ലാരും പോയി.
ആ സമയത്ത് മകനും പോവാണെങ്കിൽ, ഈ മരിച്ചുപോയ മനുഷ്യന്റെ മക്കളും പോവാണെങ്കിൽ അവര് കബറി കിടന്ന് ചിന്തിക്കുവത്ര ഇത്ര പെട്ടെന്ന് അവനും എന്നെ മറന്നു, വിഷമം വരുന്ന. എടാ എന്നെ ഒന്ന് കൊണ്ടിറക്കിയിട്ട് ഇത്ര പെട്ടെന്ന് ഇവനും മറന്നുപോയെന്നെ. എന്നാ മക്കള് കബറിന്റെ ചാരത്ത് നിൽക്കുമ്പോ ആര് മറന്നാലും ആര് പോയാലും എന്റെ മോൻ പോയില്ലല്ലോ, എന്റെ കൂടപ്പിറപ്പ് പോയില്ലല്ലോ. അല്ലാഹു അവർക്കൊരു ധൈര്യം കിട്ടും, ഒരു സമാധാനം കിട്ടും. അതുകൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും ഖബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, ആരും പള്ളിപ്പറമ്പിൽ ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് പറയാനുള്ളത് ഈ 2 ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കൂട്ടുകാരെ പറഞ്ഞു തന്നു. ആ കൂട്ടുകാരുടെ കൂടെ കൂടിയ ദുനിയാവിലുണ്ടാകും, മരണസമയത്തുണ്ടാകും. ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് മലക്കുകൾ വന്ന് ചോദ്യം ഇങ്ങോട്ട് വാ, ഉറങ്ങട്ടെ. ഖബറിൽ കൊണ്ടുവച്ചിട്ട് മലക്കുകൾ ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് പോലും മലക്കുകൾ ചോദ്യം ഇങ്ങോട്ട് വാ, എന്നോട് ചോദിക്കുക, ഉറങ്ങട്ടെ. ഖബറിന്റെ അകത്ത് കൂടെ നാളെ പരലോകത്ത് നിന്റെ കൂടെ അല്ലാഹുവേ നിന്നെ സ്വർഗ്ഗത്തിൽ വരെ ആ കൂട്ടുകാർ കൊണ്ടുപോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ കൂട്ടുകാരാരാ? എന്റെ പ്രിയമുള്ളവരെ, ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പ്രത്യേകത, അവര് ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ കൂട്ടുകാര്, അവര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ കള്ളു കുടിച്ചിട്ടില്ല, പെണ്ണ് പിടിച്ചിട്ടില്ല, ഹറാമ് കണ്ടിട്ടില്ല, ഹറാമ് കേട്ടിട്ടില്ല, ഹറാമ് പറഞ്ഞിട്ടില്ല, ഹറാമ് തിന്നിട്ടില്ല. അവരുടെ നാവ് കൊണ്ട് നല്ലതല്ലാതെ ഒന്നും മരിക്കുന്ന കാലം വരെ അവര് ചെയ്യില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരെന്നറിയുമോ? അവരല്ലാഹുവിന്റെ മലക്കുകളാണ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ മലക്കുകൾ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഒന്നാമത്തെ കൂട്ടുകാരനാരാ? എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട്, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് മലക്കിനെ പരിചയപ്പെടാൻ പറ്റുമോ? മലക്കിനെ കൂട്ടുകാരായിട്ട് പറ്റും ചങ്ങാതി. ഞാനും നിങ്ങളും ജീവിതത്തിൽ ആദ്യം കൂട്ടിമുടിയത് ആരോടാ? മലക്കിനോടല്ലേ. ഉമ്മാടെ വയറ്റിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്കല്ലേ വയറ്റിനകത്ത് വന്നേ, നിന്റെ റിസ്ക് എഴുതാൻ, നിനക്ക് റൂഹ് തരാൻ, നിന്റെ എല്ലാ കാര്യങ്ങളും വയറ്റിന്റെ അകത്ത് കിടന്നപ്പോഴേ മലക്ക വന്നിട്ട് എല്ലാം എഴുതി വെച്ച് പരിചയപ്പെട്ടത്. 33 വർഷം കൊണ്ട് ഞാൻ ഈ ദുനിയാവിൽ നടക്കുന്നു. എന്റെ കൂടെ ഏറ്റവും കൂടുതൽ എന്റെ കൂടെ സമയം ചെലവഴിച്ചത് എന്റെ വാപ്പയോ, എന്റെ ഉമ്മയോ, എന്റെ കൂടപ്പിറപ്പോ, എന്റെ ഭാര്യയോ, എന്റെ മക്കളോ, കൂട്ടുകാരോ അല്ല. ഈ 2 ചുമലിയിരിക്കണ മലക്കുകൾ ഒരു സെക്കൻഡ് ഇറങ്ങുമോ ഇവരാരെങ്കിലും? ഈ 2 മലക്കുകൾ ഒരു സെക്കൻഡ്, ഒരു നിമിഷം എന്റെ ചുമലിൽ നിന്നൊന്ന് ഇറങ്ങി നിൽക്കുന്നത് പോയിട്ട് ഒന്ന് കണ്ണടയ്ക്കൂ? ഇല്ല. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങൂല, ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങൂല. എന്റെ 2 ചുമലിലും 33 കൊല്ലം കൊണ്ട് എന്റെ കൂടെ നടക്കാം. ഈ മലക്കിനെ കൂട്ടുകാരനാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? ഈ ജീവിതത്തിൽ എന്തർത്ഥമുള്ള? എന്റെ ചുമലിൽ നടക്കുന്ന ഇനി സിറാജ് മരിച്ചാൽ ആദ്യം കരയുന്നത് എന്റെ ഉമ്മയല്ല, എന്റെ ഭാര്യയോ മക്കളോ അല്ല. ഇസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന രംഗത്ത് ഈ 2 മലക്കുകൾ ചുമലിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് കരയുമത്രേ. അല്ലാഹുവേ, ഇവൻ പിരിയാണല്ലോ അല്ലാ, ഒരു നല്ല ചങ്ങാതി പോവാണല്ലോ അല്ലാ. ഇത് ഓർത്തിട്ട് ഇങ്ങനെ കരയുമ്പോ അല്ലാഹു ആ മലക്കുകളോട് പറയുമത്രേ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്തോ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി. ഈ ചുമലിയിരിക്കുന്ന മലക്കിനോട് അല്ലാഹു പറയുമത്രേ, നിങ്ങൾ 2 പേരും ഇനി ഖിയാമത്ത് നാൾ വരെ ഇബാദത്ത് എടുക്ക്, എനിക്കല്ല അവന് വേണ്ടി. അതിന്റെ പ്രതിഫലം അവനുള്ളതാ. മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ നമുക്ക് ഇബാദത്ത് ചെയ്യും. അല്ലാഹു ആ ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മലക്കുകളെയാണ് നമുക്ക് കൂട്ടുകാരാക്കേണ്ടത്. അവരുടെ സ്നേഹം നമുക്ക് പറ്റണം. അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരണം. മലക്കുകൾ വരും നമ്മളെ കാണാൻ. ചിലപ്പോ ഈ കണ്ണൂർ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടില് എല്ലാവർക്കും, നിന്റെ കുടുംബക്കാർക്ക് പോലും നിന്റെ പേരറിയണമെന്നില്ല, നിന്റെ ജോലി അറിയണമെന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് മുഴുവനും നിന്നെ പരിചയമുണ്ടാകണം. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ചില ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മലക്കുകളുടെ ലോകത്ത് നിന്റെ പേര് പ്രസിദ്ധമാണ്. നിന്നെ സർവ്വ മലക്കുകൾക്കും അറിയാം. നിനക്ക് വേണ്ടി അവർ ദുആ ചെയ്യുമെന്ന് നബി
നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മലക്കുകളുടെ ദുആ കിട്ടുന്ന വിഭാഗത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് മലക്കുകൾ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇങ്ങനെ നടന്നാൽ ഇഷ്ടപ്പെടുമോ? നമ്മൾ ഇങ്ങനെ നടന്ന മലക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ സ്വഭാവം നമുക്ക് സിറാജ് ആരാണെന്ന് സിറാജിന് അള്ളാഹിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓരോ വ്യക്തിയും സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, നിന്റെ സ്വഭാവം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം മലക്കുകൾ ഇഷ്ടപ്പെടത്തില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നത് ശൈത്താനും മക്കളും. നമ്മുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുക. അള്ളാഹു അവനെ ഒന്ന് ഇറക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.